Artificial Intelligence Studies at the Intersections of Humanities. ഇപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ 2022 ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓപ്പൺ എഐയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ബി ദി സെക്സ് മാർക്കറ്റ്. ഐ ഹോപ്പ് സം ഓഫ് യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദ ടേം ഡിജി സെക്ഷുവാലിറ്റി എന്നുള്ളൊരു ടേം ഇപ്പോൾ ഭയങ്കരമായിട്ട് യൂസേജിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ നവംബറോട് കൂടിയാണ് എലൻ മസ്കിന്റെ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പൺ എഐ source where they actually brought in the bikini prompt where you could undress the images of women and children without any ethical alert. Grok prompt, Grokinde bikini prompt എന്നാണ് പറയുന്നത്. And against this അപ്പോൾ കുട്ടികളുടെയും ഒരുപാട് സ്ത്രീകളുടെയും photographs were posted into Grok and the bikini prompt was given and the undressing happened. ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു വർഷം മുതൽ pedophilic websites which uses artificial intelligence interfaces are quite strong. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എങ്ങനെയാണ് എത്തിക്സിനെയും മൊറാലിറ്റിനെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇന്റർസെക്ഷനിൽ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ഓപ്പൺ എഐയുടെ ചീഫായിട്ടുള്ള സാം ആൾട്ട്മാൻ ഹി ആക്ച്വലി ടോക്ക്ഡ് അബൌട്ട് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് അവേ സെക്ഷുവൽ റിസ്ട്രിക്ഷൻസ് സറൗണ്ടിങ് ChatGPT. ഇപ്പോൾ ChatGPT ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും. വി അസ്യൂം ദാറ്റ് ChatGPT ഈസ് ഹാവിങ് എ വെരി റാഷണൽ ലാംഗ്വേജ്. അപ്പോൾ ഈ വർഷം മുതൽ they are trying to move away the restrictions surrounding sexuality, mental health, and also is making available erotica content free for adult users. Erotica Desires എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു AI സെക്സ് ആപ്പ് ഏകദേശം അതിന്റെ 2 മില്യൺ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ കഴിഞ്ഞ നവംബറിൽ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. AI ചാറ്റ് ബോട്ട്സ് എസ്പെഷ്യലി സെക്സ് ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് ചാറ്റ് ബോട്ട്സുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടന്നിരുന്നു. where they were actually talking about how men preferred AI sex girlfriends rather than human girlfriends. I am just curious to know എന്തുകൊണ്ടായിരിക്കും AI സെക്സ് ചാറ്റ് ബോട്ട്സിനെ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാർ പ്രിഫർ ചെയ്യുന്നത്? One of the reasons is consent, because ടെക്നോളജിനോട് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന AI ഗേൾഫ്രണ്ടിനോട് you need not ask consent or you need not talk about the kind of desires you want to. അപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗത്ത് അവിടെ ഉയർന്നു വരുന്നു. പക്ഷെ പലപ്പോഴും ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെതിരെ ഒന്നും കേസിന് പോകാൻ പറ്റത്തില്ല. whom do we charge against? ഓപ്പൺ എഐക്കെതിരെ കേസിന് പോകാൻ പറ്റുമോ? ഓർ ക്യാൻ യു ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ഗൂഗിൾ ജെമിനി? ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി വേർ ദി എത്തിക്കൽ ഡിലെമ ഹാപ്പൻസ് ടു ബി. അപ്പം ഞാൻ എൻ്റെ പേപ്പർ വായിക്കാം. In between I'll be switching between English and Malayalam. Artificial intelligence is reshaping how information is produced and how meaning, value, and credibility are assigned in culture, work, and public life. For this reason, AI is not only a technical development but also an ethical and interpretative problem, raising questions about creativity, consent, fairness, and responsibility. One of the recent controversies was surrounding the Elon Musk Grok platform, where the Grok prompt, particularly the bikini prompt, asking it to nudify women's bodies, placing women and even children under 14 in bikinis or generate sexualized poses. This led to the large-scale circulation of non-consensual images produced through automated image editing and posted publicly. The episode prompted investigations and public criticisms because it showed how generative systems can be used to create and distribute gendered harm when safeguards are limited and platform design enabled rapid discrimination.
കഴിഞ്ഞ വർഷം നടന്ന മറ്റ് 2 എക്സ്പെരിമെന്റ്സ് ആണ്. ഒന്ന് ലിങ്ക്ഡിൻ പലപ്പോഴും നമ്മൾ ജോബൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലിങ്ക്ഡിന്റെ കാറ്റ് ഫിഷിംഗ് എക്സ്പെരിമെന്റും ലിങ്ക്ഡിന്റെ ജെൻഡർ സ്വാപ്പിംഗ് എക്സ്പെരിമെന്റും. വി അസ്യൂം ദാറ്റ് ലിങ്ക്ഡിൻ ഇസ് വെരി ന്യൂട്രൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈനിൽ കാണുന്ന എല്ലാ ജോബ് പോർട്ടൽസും ന്യൂട്രൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാറ്റ് ഫിഷിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആലിയ ജോൺസ് എന്ന് പേരുള്ള ഒരു ആഫ്രിക്കൻ സ്ത്രീ കുറെ കാലമായി അവർ ലിങ്ക്ഡിൻ വഴി ജോലി അന്വേഷിക്കുന്നു, ജോലി കിട്ടുന്നില്ല. അപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റേഷ്യൽ ഐഡന്റിറ്റി സ്വാപ്പ് ചെയ്തിട്ട് ഒരു വെള്ളക്കാരിയായ ഒരു സ്ത്രീയുടെ റേഷ്യൽ ഐഡന്റിറ്റി അസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പം എമിലി ബേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് സ്ത്രീയുടെ റേഷ്യൽ ഐഡന്റിറ്റി അസ്യൂം ചെയ്ത് വീണ്ടും ഇതേ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം 4 ഇരട്ടിയോളം ജോലി ആപ്ലിക്കേഷൻസ് അവർക്ക് റിസീവ് ചെയ്തു. വിച്ച് ബേസിക്കലി ഷോസ് ദാറ്റ് ലിങ്ക്ഡിൻ ആസ് എ പ്ലാറ്റ്ഫോം ഇസ് ബയസ്ഡ്. ആമസോണിന്റെ AI ജോലി തരുന്ന ആമസോൺ ഒരു AI സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ആമസോൺ AI പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അൽഗോരിതംസ് വർ ബയസ്ഡ് അഗെയിൻസ്റ്റ് വിമൻ. ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങൾ CV അയക്കുന്ന സമയത്ത് when you show your gender as female, there is less probability of getting a job. ഈ കഴിഞ്ഞ മാസമാണ് ലിങ്ക്ഡിന്റെ ജെൻഡർ സ്വാപ്പിംഗ് എക്സ്പെരിമെന്റ് ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള സ്ത്രീകൾ പരീക്ഷിച്ചു നോക്കുന്നത്. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് കുറെ കാലമായിട്ട് ലിങ്ക്ഡിൻ ഉപയോഗിച്ച് ജോലി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഇതേ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് ഇതേ CV വെച്ചിട്ട് ഞാനൊരു പുരുഷന്റെ ഐഡന്റിറ്റി അസ്യൂം ചെയ്ത് AI ജോബ് പോർട്ടലിലൂടെ പുഷ് ചെയ്താൽ എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. Which means that most of these AI tools, which we assume to be very rational and objective, are very racially biased, sexually biased, and ethnically biased. ഇപ്പം US-ൽ നിന്ന് വന്ന ന്യൂസ് പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാകും. ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസ്, നമ്മുടെ CCTV ക്യാമറാസിന് നമ്മൾ AI-ലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് you get facial recognition softwares, which were actually criminalizing a lot of men from African origin. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റാബേസ് വെച്ചിട്ടാണല്ലോ LLMs-നെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റുമുള്ള ഡിസ്ക്രിമിനേഷൻ അതേപടി പകർത്തുന്നുണ്ട് ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയർസും തന്നെ. ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസ് അമേരിക്കയിൽ ക്രൈം പ്രതിരോധിക്കുന്നതിനായി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആഫ്രിക്കൻ പുരുഷന്മാരാണ്. Because it is trained on the bodies of African males as criminals default. ഇപ്പൊ ഈ രീതിയിലുള്ള ബയസുകളെ കൂടി അഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ടെക്നോളജി, ഇങ്ങനത്തെ പറഞ്ഞ ഈ പറയുന്ന ടെക് മീഡിയേറ്റഡ് എല്ലാ സിസ്റ്റത്തിനെയും മനസ്സിലാക്കാൻ. It is within this broader tension between capability and responsibility that debates about AI and creativity become newly urgent. What would it take for a machine to write like a poet? In 2022, Ermira Murati, then Chief Technology Officer of OpenAI, took up the question in an essay for Daedalus, the Journal of American Academy of Arts and Sciences. Titled Language and Creativity, the essay explored how machines might learn not just grammar or syntax, but also the qualities that make human language meaningful. Particularly the voice, metaphor, imagination and creative content. എർമിറ മുറാറ്റിനെ ചിലർക്കെങ്കിലും അറിയായിരിക്കും. OpenAI തുടങ്ങിയ സമയത്ത് വൺ ഓഫ് ദ co-founders ആയിരുന്നു. ഇപ്പം അവർ OpenAI പോന്നിട്ട് ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ AI ഫേം കോൾഡ് തിങ്കിങ് മെഷീൻസ്. അപ്പം എർമിറയുടെ ഒരു എസ്സേ ഉണ്ട്, ലാംഗ്വേജ് ആൻഡ് കോഡിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട്. ChatGPT-നെ പാബ്ലോ നെരൂദയുടെ ഭാഷയിൽ കവിത എഴുതാൻ പറഞ്ഞിട്ട് പ്രോംപ്റ്റിംഗ് കൊടുക്കും. അതായത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ GPT-യിൽ നെരൂദ എഴുതിയ എല്ലാ കവിതകളും അപ്ലോഡ് ചെയ്തിട്ട് ഇവൻച്വലി വി വിൽ ആസ്ക് ദ GPT ടു റൈറ്റ് എ പോയം replicating the sound, voice and metaphor of Pablo Neruda.
അപ്പം അവസാനം, so what she did was that she illustrated this by prompting ChatGPT-3 to write poetry in the style of Pablo Neruda, noting how the model produced lines imitating Neruda's cadence and tone with striking accuracy. ലാസ്റ്റ് ഒരു പോയം പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ആ ജേർണൽ ആർട്ടിക്കിൾ പോയി നോക്കിയാൽ അറിയാം, ഒരു കവിത അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് വെദർ ഇറ്റ് ഇസ് റിട്ടൺ ബൈ മെഷീൻ or Pablo Neruda himself. And I quote from the journal article, I quote, "One might believe the words to be Pablo Neruda's, but Neruda is only a part of the answer," unquote. Murati observed. In her analysis, the strength of AI lay not simply in brute force replication of patterns, but in its capacity to generate new forms of expression based on learned patterns of human art and literature. ഈ മുറാറ്റിന്റെ എസ്സേ വായിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ എറിക് ആഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്ത 2020 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത്. ആ ലേഖനത്തിന് മൂപ്പര് പറയുന്നുണ്ട്, 2020 കോവിഡിന് ശേഷം ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫണ്ടിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മാനവിക വിഷയങ്ങൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് US യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങിയ ഒരു ക്രൈസിസ് ആണ്. നമ്മൾ ഡെത്ത് ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമില്ല, ഇനി ഹിസ്റ്ററി പഠിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് യു കെ നോട്ട് ഹാവ് എ ക്വാണ്ടിഫൈഡ് ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മളിപ്പം ACCA CMA കോഴ്സ് 2 വർഷം കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം. ഇറ്റ്സ് വെരി ക്വാണ്ടിഫയബിൾ. ഇഫ് യു ലേൺ എ 6-month ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ദി ഔട്ട്കം ഇസ് ക്വാണ്ടിഫയബിൾ. പക്ഷെ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ 2020 ബിക്കംസ് എ വെരി ഡിമാർക്കറ്റിംഗ് മൊമെന്റ്. ബിക്കോസ് 2020 തുടങ്ങിയാണ് US-ലെ ഡിപ്പാർട്ട്മെന്റ്സുകളിൽ ഫണ്ട് കട്ട് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു US-ലല്ലേ, നമ്മുടെ ഇങ്ങോട്ടേക്ക് അത്ര പെട്ടെന്നൊന്നും എത്തില്ലായിരിക്കും. But very recently you might see the enrollments in aided colleges and government colleges in Kerala, where we don't actually have students taking political science disciplines, or we don't actually have ഒരു 10 കുട്ടികളൊക്കെ ആയിരിക്കും ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഉണ്ടാവുന്നത്. And this is exactly what I call as the crisis of humanities, where we don't have much funding when it comes to humanities disciplines, because we assume that all the results have to be quantifiable. ക്വാണ്ടിഫയബിൾ ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിന് കഴിയാറില്ല. So I witnessed this shift in my own classroom, where my students openly questioned the relevance of humanities. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ജോലിയൊന്നും കിട്ടില്ലല്ലോ. ബിക്കോസ് you have to take a degree, you have to go on to take a PG and then a PhD. It's a very long process. The outcome takes time. And universities began cutting back on programs in literature, history and philosophy. The implicit message was that, and this is very important, data mattered more than interpretation, and technical skills were practical, which catered to the job market, while humanistic inquiry remained a luxury. Adler traced this marginalization to the long-standing trends, noting how STEM disciplines like engineering or other professional courses and vocational fields have been privileged over the liberal arts since the professionalization of higher education in the late 19th and early 20th century, a trajectory which was accelerated by the COVID pandemic. Departments of classics, languages, philosophy and religion were closed under financial pressure at US universities, with administrators often claiming that such cuts remained consistent with a liberal arts identity. This sense of loss within the humanities was further reinforced in a 2023 New Yorker article titled as "The End of the English Major." This title is very interesting. The End of the English Major. English Major, the death, in which the author Nathan Heller detailed the decline in students pursuing humanities degrees and a broader cultural disinvestment in reading, writing and reflection. The issue was not only falling enrollments, but a changing understanding of what knowledge is, and who gets to produce it.
Heller described a generation of students encouraged to prioritize efficiency, technical skills, and quantifiable outcomes over deeper inquiry and critical thinking. You might have seen this flex boards in Calicut, which actually says, 21ാമത്തെ വയസ്സിൽ life set out. That's a very simple, popular way of putting it. Because very short, or a short period of time, you are asking for very high quantifiable outcomes. He noted that even at the institutions traditionally strong in the humanities, particularly if you take the case of University of Chicago, അവിടെ ഇപ്പോൾ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഫണ്ട് കട്ട് സംഭവിച്ചിട്ടുണ്ട്. റിലീജിയസ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ട് കട്ട് ഉണ്ട്. സോ ഓൾ ഓഫ് ദീസ് ഹാസ് ടു ബി ലിങ്ക്ഡ് ടു ദിസ് പോസ്റ്റ് കോവിഡ് പാൻഡമിക് ഡിസോർഡർ. Students felt pressure to choose practical majors like engineering, viewing essay writing, or reading literature as less valuable than learning to code or analyzing data. Ethics was framed as an add-on skill to tech and business, while the intrinsic value of humanistic study, which is undemonstratable like tech, this is very important. നമ്മൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസും മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന സ്കിൽസ് ഒക്കെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. For example, if you're pursuing a BTech degree, you would be having a project in your 4th year and you would be producing an outcome. And most of the parents are looking forward to see an outcome oriented education. പക്ഷേ ഒരു സോഷ്യോളജി പഠിക്കുന്ന ഒരു കുട്ടിയോട് ഡെമോൺസ്ട്രേറ്റബിൾ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്ലേസ്. Placing Murati's optimism about AI-generated poetry alongside Adler's and Heller's diagnosis of the humanities, it struck me that two domains, artificial intelligence and humanities, are engaged in a shared conversation about meaning and responsibility. The pervasiveness of AI, I think this pervasiveness of AI is very important. എവിടെ നോക്കിയാലും AI ആണ്. And usually we say this, നമ്മൾ എപ്പോഴും ഒരു വാക്ക് പറയും, AI bubble എന്ന് പറയും. I hope some of you might have heard. AI വലിയൊരു ബബിൾ ആണ്. It's very true. കുത്തിപ്പൊട്ടിച്ചാൽ പൊട്ടുന്ന ഒരു ബബിള് മാത്രമാണ് AI. And you might have seen much of the AI companies are at loss. ഒരുപാട് AI കമ്പനീസ് ആർ സ്റ്റിൽ അറ്റ് ലോസ് ആൻഡ് സിലിക്കൺ വാലി ഡസ് നോട്ട് ലീവ് ഔട്ട് ദ റിപ്പോർട്ട്. പല റിപ്പോർട്ട്സും പുറത്തു വരാത്തതും കൂടിയാണ്. ബട്ട് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഹാപ്പനിങ്. ഇപ്പൊ ചൈനയുടെ ഡീപ് സീക്ക് പോലത്തെ മോഡലുകൾ ഈ പറയുന്ന സിലിക്കൺ വാലി പ്രോഡക്ട്സ് എടുക്കുന്ന അത്രയും പൈസ ആവുന്നില്ല. ആൻഡ് ഇറ്റ്സ് മോർ എഫിഷ്യന്റ് ഇഫ് യു സീ. ഡീപ് സീക്ക് ഐ വുഡ് സേ അറ്റ് സം പോയിന്റ് ഇസ് ബെറ്റർ ദാൻ ChatGPT. ഇപ്പൊ നമ്മൾ ChatGPTന്റെ $20 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചൈനന്റെ AI പ്രോഡക്റ്റ് റിലൈ ചെയ്യുന്നതാണ്. So all of these kind of economic transactions are also important while you try to map AI. The rapid progress in AI has not come without ethical controversies. One major flashpoint emerged in the early 2025 in the realm of digital art, when users like all of us began sharing AI-generated images that closely mimicked the visual style of Studio Ghibli, the celebrated Japanese animation studio. These pastel-colored, whimsical pictures evocative of Hayao Miyazaki's hand-drawn classics were produced by image generation tools integrated into ChatGPT and other platforms. Ghibli style namalokka try cheyidu nokki, and we were able to produce animated photographs of all of us. Technically, they were striking. Aesthetically, many observers noted how convincingly GPT was able to capture the feel of films like Spirited Away, which came out in 2001, even though no human artist had painted them by hand. This trend, dubbed as Ghiblification, quickly went viral and sparked controversy about copyright, artistic integrity, and whether machine-produced imitations undermine the value of human creativity. However, Studio Ghibli figures, including Miyazaki, have voiced strong criticism of AI in art, describing it as humanizing and even as an insult to life. Apam Studio Ghibli images ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് the studio itself filed a case against OpenAI. ഇവിടെയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്? That is very problematic and the case was pulled down of the American court.
In in the view of Studio Ghibli, the AI model was essentially plagiarizing a style that Ghibli's artists had developed over many years, a style closely tied to Japanese culture and the personal genius of creators like Miyazaki. This incident highlighted a broader question that has since been echoed across the creative industries. Can machines be trained on arts without permission? And if they then produce meaning in the style of a human artist, is it a kind of theft? ഇത് മോഷണമാണോ? One could argue that the rise of AI-generated Ghibli style images risk turning the studio's distinctive artistry into a commodified aesthetic filter that is available to all of us. Rather than serving as a homage to Miyazaki, such outputs may be seen as reducing decades of creative labor into a technological shortcut. ഒരു promptൽ നമുക്ക് മിയാസാക്കിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. An unsettling development for a meticulously created piece of art. Notably, Miyake himself has been filmed in a 2016 documentary where ആ documentary ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാക്കും. മിയാസാക്കിനോട് ചോദിക്കുന്നുണ്ട് AI generated animation കുറിച്ച്, and he was reacting with horror to an AI generated animation of a grotesque creature. Miyazaki himself had a long-standing skepticism of computer-generated art, suddenly seemed prescient in 2025 when Ghibli's own style was being mimicked and copied by AI. This gap between AI's capabilities and social ethics had been pointed out by scholars for years. Back in 2018, Safia Umoja Noble, a scholar of brain general technology at UCLA, offered a foundational critique of algorithmic bias in her book titled as Algorithms of Oppression: How Search Engines Reinforce Racism. This is one interesting book that came out in 2018, Algorithms of Oppression, and she was demonstrating how algorithms, particularly Google search engine, racist. Particularly, if you Google for the images of black women, it would directly lead to pornographic websites featuring black women. ആദ്യം ഇപ്പം നമ്മൾ ബ്ലാക്ക് വിമൻ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും വാട്ട് നോബൽ സെസ് ഇസ് ദാറ്റ് ആദ്യം വരുന്ന ജനറേറ്റഡ് കണ്ടന്റ് വാസ് ഓൺ സെക്ഷുവാലിറ്റി ആൻഡ് ഇറോട്ടിക്ക ലിറ്ററേച്ചർ റിലേറ്റിംഗ് ടു ബ്ലാക്ക് വിമൻ. In a striking example, Noble revealed that a simple search for black girls on Google at that time yielded predominantly pornographic or hypersexualized content, a result that horrified Noble and her readers. In other words, Google's algorithm was not actively racist in intent, but by prioritizing clicks and existing web content, much of it shaped by historical prejudices and exploitative tropes, it reproduces racism and sexuality in its outputs. Noble's work challenged the pervasive Silicon Valley notion that algorithms are objective and inherently fair. She meticulously documented cases where women of color, in particular, were misrepresented or harmed by search outputs, and called in for greater awareness and intervention to correct these biases. Fast forward to 2021, Kate Crawford, a leading AI researcher, she published a book titled as Atlas of AI. This is another interesting book that I would recommend all of you should read. Atlas of AI. AI ഒരു മാപ്പാണെന്നാണ് പറയുന്നത്. ഇപ്പൊ AI-ൽ നമ്മൾ പറയും ഇറ്റ്സ് വെരി ഫാഷനബിൾ, ഇറ്റ്സ് വെരി ടെക്കി എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും മീനായിട്ടുള്ള ചീപ്പായിട്ടുള്ള പണി എടുക്കുന്നത് പെണ്ണുങ്ങളാണ്. ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നറിയില്ല. ഈ ഡാറ്റ ലേബലിംഗ് വർക്ക് ചെയ്യണത് പലപ്പോഴും ആഫ്രിക്കയിലെയും ഇന്ത്യയിലെ തന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, നമ്മുടെ മണ്ണാർക്കാട് വരെയുള്ള പെണ്ണുങ്ങളാണ് AI-യുടെ ഡാറ്റ ലേബലിംഗ് ചെയ്യുന്നത്. ഡാറ്റ ലേബലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ആപ്പിൾ സ്ക്രീനിൽ കാണിച്ചിട്ട് നമ്മൾ ഹ്യൂമൻ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാറില്ലേ? പ്ലീസ് വെരിഫൈ ദാറ്റ് യു ആർ എ ഹ്യൂമൻ, ആൻഡ് ദ സ്ക്രീൻ വിൽ
dish of 5 apples, അതിനകത്തൊരു ചീഞ്ഞ ആപ്പിൾ ഉണ്ടാവും. നല്ല ആപ്പിൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ചീഞ്ഞ ആപ്പിളിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്താൽ the system would verify that you are a human. ഇതിനെയാണ് ഡേറ്റ ലേബലിംഗ് എന്ന് പറയുന്നത്. ഒരാൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്നു, മറ്റേ വെള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്നു. എങ്ങനെയാ സിസ്റ്റത്തിന് മനസ്സിലാവുന്നത്? Does the system inherently know that you are wearing a black shirt or a white shirt? No. ഒരു ട്രില്യൺസ് ഓഫ് ഡേറ്റ സെറ്റിലൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് കറുപ്പ് എന്താണ് വെളുപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ ഡേറ്റ ലേബലിംഗ് ചെയ്യുന്നത് മാനുവൽ വർക്കാണ്. ഇറ്റ്സ് ബേസിക്കലി എ മാനുവൽ വർക്ക്. ഈ പണി AI-യുടെ പറയുന്ന സിലിക്കൺ വാലി വരെ പൊന്തി നിൽക്കുന്ന അതിലേറ്റവും ബേസ് ലേബർ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. And it is women, very I would say ഡിഗ്രി ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ അതിലും താഴെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമുള്ള ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മണ്ണാർക്കാട്, ആഫ്രിക്ക ഇവിടയിൽ നിന്നുള്ള സ്ത്രീകളാണ് പലപ്പോഴും ഡേറ്റ ലേബലിംഗുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത്. So going back to Crawford argued that artificial intelligence is neither artificial nor intelligent, meaning that it relied on material resources and human labor rather than being truly artificial, and that it lacks the understanding or agency that would make it intelligent in a human sense. Crawford mapped out the supply chains of AI, from the mining of rare earth minerals for computer hardware, to the energy-hungry data centers that power the cloud, to the armies of low-paid workers who label data to train machine learning models. Each step had its own ethical and environmental implications. For instance, training large language models consumes enormous electricity and water for cooling, costs which are often externalized to communities and the planet. Sovereign AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം ഉണ്ട്. ഇറ്റ്സ് ബേസിക്കലി എൻ എത്തിക്കൽ AI പ്ലാറ്റ്ഫോം. അതിൽ പോയി നോക്കിയാൽ അറിയാം, സിലിക്കൺ വാലിയിൽ ഈ പറയുന്ന വലിയ ChatGPTയുടെ GPUs ഒക്കെ സ്റ്റോർ ചെയ്തതിനടുത്ത് താമസിക്കുന്ന മനുഷ്യന്മാര് അവരുടെ വീട്ടിലെ വെള്ളമൊക്കെ ബ്രൗൺ കളറാണ്. വെൻ യു ഫ്ലഷ് ദ ടോയ്ലറ്റ്സ് ദേ ഗെറ്റ് ബ്രൗൺ colored water. Why? Because നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം we have all of us have ChatGPT in our phones. അപ്പം നമ്മളിങ്ങനെ വെറുതെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രോംപ്റ്റിനും അതിനെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഇരട്ടി എനർജി സപ്ലൈ ഇസ് റിക്വയർഡ്. എ ലോട്ട് ഓഫ് വാട്ടർ ഇസ് റിക്വയർഡ്. മെഷീൻ ഹീറ്റ് ആവുന്ന സമയത്ത് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഒരുപാട് എനർജി വേണം. അപ്പൊ ഈ വാട്ടർ റിസോഴ്സസ്, ഡേറ്റ റിസോഴ്സസ് ഇസ് സംതിങ് ദാറ്റ് വി ഓഫ്റ്റൻ ഇഗ്നോർ വെൻ വി ടോക്ക് അബൌട്ട് AI. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ആമസോണിന്റെ ഒക്കെ വെയർ ഹൗസസ് ഉണ്ട്, വെർ ദേ ആക്ച്വലി എംപ്ലോയ് എ ലോട്ട് ഓഫ് പീപ്പിൾ in very unethical way to work with technology. അപ്പോൾ പലപ്പോഴും ഈ ലേബർ സ്റ്റാൻഡേർഡ്സ്, അപ്പം ആമസോണിനെതിരെ ഈ അടുത്ത് വന്ന ഒരു അക്യൂസേഷൻ ആണ്, ഇവരുടെ ചെറിയ ചെറിയ വെയർ ഹൗസസ് എസ്പെഷ്യലി ആഫ്രിക്ക, പിന്നെ ഡെസേർട്ട് ഡ്യൂൺസ് ആയിട്ടുള്ള ഈജിപ്തിലൊക്കെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അപ്പം ഓരോ വർക്കറിന്റെ ദേഹത്തും അവരൊരു പ്രൊഡക്ടിവിറ്റി ട്രാക്കർ അറ്റാച്ച് ചെയ്യും. Which means that labor rules അനുസരിച്ച് നമുക്ക് 8 മണിക്കൂർ ജോലി, that's what the International Labour Association says. But productivity tracker എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയാൽ the alarm bell would ring. So this is the whole idea of productivity surrounding AI softwares. Crawford reframed AI not as a magical software conjured in a void, but as an industry which is built on extraction of natural resources, of human-generated content, often without consent, and of human labor, often in the form of ghost work by unpaid annotators. Her statement that AI is neither artificial nor intelligent is a provocation to remind us that current AI systems do not think like machines, but rather they pattern match. And the patterns they match come from us, all of us. ഇപ്പൊ നമ്മളോട് ChatGPT ചോദിക്കും, which response do you prefer? അല്ലെ, 2 റെസ്പോൺസ് വന്നിട്ട് GPT would ask us which response would you prefer എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ട്രെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. And Crawford's call was for a political, economic and environmental perspective on AI ethics, not just a narrow focus on bias in outputs.
Coming fast forward to 2024, Aravind Narayanan, he is basically an Indian by birth. Aravind Narayanan and Shayesh Kapoor, two computer scientists at Princeton, continued this critical thread with a book titled as AI Snake Oil. They took aim at the hype surrounding AI, drawing a clear line between where it truly works and where it is being misapplied or overclaimed. One of their central argument is that much of what is marketed as AI is in fact snake oil. Systems that cannot possibly work as advertised. But namakar ഏറ്റവും കൂടുതൽ investments വരുന്നു, it's largely a bubble. Because AI refers to a vast array of technologies and applications, most people cannot readily distinguish between those that genuinely deliver their promises and those that do not. Narayanan and Kapoor frames this as a pressing societal problem. We need to separate the wheat from the chaff. നെല്ല് പതിരിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കണം, തരംതിരിച്ചെടുക്കണം. So that society can benefit from real AI capabilities while protecting ourselves from the harms that are already emerging from its misuse. They advocated for a mindset more akin to clinical trials in medicine. If you claim an AI can do something transformative in society, you need to test it transparently. പലപ്പോഴും AI testing models are not transparent. ഈ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് എത്തിക്കൽ ആണോ അല്ലയോ, നമ്മുടെ ഡേറ്റ ട്രെയിനിങ്ങിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ, സംതിങ് ദാറ്റ് ഇസ് ക്വൈറ്റ് അൺനോൺ. Then, in 2025, last year, a new ethical controversy emerged, this time not in art or search engines, but in genetics and human reproduction. A Washington Post report by Andrea Geminis pulled back the curtain on a private gathering in Austin, Texas, where Silicon Valley investors and tech elites discussed the latest in embryo screening technology. This is something that is very important. അപ്പം ടെക്സസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എംബ്രിയോ സ്ക്രീനിങ് ടെക്നോളജി. ദ ഗസ്റ്റ് ഓഫ് ഓണർ വാസ് നൂർ സിദ്ദീഖി, ദ ഫൗണ്ടർ ഓഫ് എ സ്റ്റാർട്ടപ്പ് കോൾഡ് ഓർക്കിഡ് ദാറ്റ് ഓഫേഴ്സ് AI guided genome analysis of embryos created via in vitro fertilization. According to the report, Siddiqui laid out a vision in which data-driven embryo selection could reduce disease, enhance health, and even potentially optimize certain traits for future children. Super baby project എന്നാണ് പറയുന്നത് സിലിക്കൺ വാലിയുടെ. അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. It's basically like if you are pregnant, നമ്മുടെ എംബ്രിയോയിൽ നിന്നുള്ള IVF വഴി ഉണ്ടാകുന്ന എംബ്രിയോസിൽ നിന്നുള്ള ഒരു ചെറിയൊരു ജീൻ എടുത്തിട്ട് കുട്ടിക്ക് 55-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ ക്യാൻസർ വരുമോ എന്നുള്ളത് നമുക്ക് ജെനോമിക് സ്ക്രീനിങ് വഴി നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഇസ് വാട്ട് നൂറ സിദ്ദീഖിന്റെ ഓർക്കിഡ് സൂപ്പർ ബേബി പ്രോജക്റ്റ് അടിച്ചു കൊടുത്താൽ മതി, യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ആൻഡ് ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ദ ട്രയൽസ് ആൻഡ് ഓൾ. അപ്പോൾ ദിസ് സീംസ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അസുഖം ഇല്ലാത്ത കുട്ടികൾ ജനിക്കുന്നു, മൈറ്റ് സീം ടു ബി വെരി ഫാസിനേറ്റിംഗ് ഇൻ ദി ഔട്ട് റൈറ്റ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് യു മൈറ്റ് ബി അവെയർ ഓഫ് ദി യൂജനിക്സ്. ഇപ്പൊ എമർജൻസി പീരീഡിലൊക്കെ ഫോഴ്സ്ഫുള്ളി വന്ധ്യീകരണം നടന്നിട്ടുണ്ട്, എസ്പെഷ്യലി മുംബൈയിലോ ധാരാവിയിലൊക്കെ, എസ്പെഷ്യലി ഫോർ മുസ്ലിം മെൻ വന്നിട്ട്. ഇപ്പം ദർ ഇസ് എ പ്ലേസ് ഇൻ ധാരാവി കോൾഡ് ദി വന്ധ്യീകരണം ചെയ്യുന്ന സ്ഥലം വരെ ഉണ്ട് അവിടെ, എസ്പെഷ്യലി ഫോർ മുസ്ലിംസ് ആൻഡ് ദളിത് മെൻ, ബിക്കോസ് ദേ അസ്യൂം ദാറ്റ് വി കനോട്ട് പ്രൊഡ്യൂസ് what to say നല്ല ഹൈ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിനകത്ത്. യൂജനിക്സ് ഇസ് ബേസിക്കലി ദാറ്റ്. ഇപ്പം നാസി ജർമ്മനിയിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാലോ. യു ഡോണ്ട് ഡിസേർവ് ടു ലിവ് സോ ദാറ്റ് യു ഹാവ് ടു അബോർട്ട് യുവർ കിഡ്. ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഹു കൻ അഫോർഡ് ടു ഹാവ് എ സൂപ്പർ ബേബി? ആർക്കാണ് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുക? And who are the people who are investing into the super baby project? Elon Musk is one of the major investors into the Orchid project. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ethical dilemma is something that we have to look into. And all of you might be aware of Neuralink project, Elon Musk, which is already in trials, where you can actually connect your brain to a computer user interface and the computer can control your thoughts. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ തോട്ട്സ് ഇവിടെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. It might seem to be very stupid at first, പക്ഷെ it's very possible.
Neuralink അങ്ങനെയാണ്. We can directly connect the computer to your neurons and neurons and this connective interface can. ഇപ്പം ഞാനൊരു കാര്യം മറന്നുപോയി, അപ്പം നാളെ ഇപ്പം ഇന്ന് എനിക്ക് ഇവിടെ വരണം, ഞാൻ ഈ കാര്യം മറന്നുപോയി. പക്ഷേ what if my computer reminds me that I have to come here? അപ്പം ഈ രീതിയിലുള്ള തോട്ട് കൺട്രോളിംഗ് മെഷീൻസ് വരെ is on clinical trials. So at the backyard of dinner event, which was complete with pregnancy-friendly mocktails and orchid centerpieces, attendees such as Siobhan Zilis, who is a tech executive who had recently had twins with Elon Musk. Elon Musk is a bhariyana. She wore postal baseball caps and emblazoned with a single word, babies. The language Siddiqui and others used was telling. It borrowed from the tech lexicon of optimization and data-driven decision-making. One quote that stood out was on Siddiqui saying regarding choosing embryos, and I quote, "For something as consequential as your child, I don't people want to roll the dice," unquote. The underlying premise was that with enough genomic data and AI analysis, prospective parents might take much of the chance out of reproduction. They could know which embryo has the lowest risk of schizophrenia or highest polygenetic score for intelligence or height, and make a supposedly informed choice. To many observers, this scenario immediately raised red flags. Framed as innovation, it eerily echoed the logics of eugenics, the discredited and dangerous idea from the 20th century that human population could be improved by controlled breeding and genetic selection. Here were wealthy tech enthusiasts talking about applying data analytics to the human gene pool, wearing hats that literally reduced babies to a slogan. While Siddiqui aims, whether it is preventing diseases or something else, might sound noble at the surface, the broader project steps into one slippery slope. Who decides, this is very important, who decides what genetic traits are desirable? ഏറ്റവും നല്ല genetic traits ഇതാണെന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? If everyone had access to optimize their offspring, would we narrow the range of human diversity in problematic ways? And given that, at present, such services cost tens and thousands of dollars, are we creating a future where only the rich can afford data-selected children who have lower risk of health or other enhanced traits exacerbating inequality? The Washington Post report captured how this is no longer a speculative science or fiction. It is a present reality in the tech world. Silicon Valley figures are actively funding and promoting the idea of using AI and genomics to shape the next generation of humans. This goes beyond apps or gadgets and ventures into the territory that is quite literally the stuff of life. In the 20th century, eugenics was rightly condemned because it violated the fundamental and ethical principles and led to atrocities. In the 20th century, eugenics was rightly condemned because it violated the fundamental ethical principles and led to atrocities. And now we face a high-tech version clogged in the language of choice and health optimization. But the core issue remains the dignity of individuals, the unpredictability and wonder of genetic lottery, and the moral responsibility we have not to treat children as customized products. This controversy underscores why humanities and social sciences need to be at the table in the discussions of AI or any advanced technology applied to society. Questions surrounding hierarchy, power, ethics, meaning, identity, equity. These are humanistic questions as much as technical ones. Without inputs from ethicists, from historians who recall the lessons for the past, from philosophers, we risk stumbling into a future where technology policy is guided solely by what is possible rather than what is right and just. The humanities teach us very slow, careful thinking about such dilemmas. The kind of slow thinking Daniel Kahneman famously advocated over the impulsive, fast thinking. As we navigate embryo screening and other AI-driven ethical quagmires, we desperately need that reflective, historically informed, value-sensitive thought to guide us.
So one of the fundamental ideas which I would want you to understand is that technology is not rational, technology is not objective. ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഫോർ ദ ഫീമെയിൽ ഹാൻഡ്സ്. പെണ്ണുങ്ങളുടെ കൈക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല മൊബൈൽ ഫോണിന്റെ ഡിസൈൻ. ഇറ്റ്സ് വെരി ലാർജ്. നമ്മൾ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കും. ദ കാർ സീറ്റ് ബെൽറ്റ് cannot be used by women, pregnant women and children, because seat belts are trained on the bodies of cis heteronormative 40-year-old male who have a body like this, but women do have inverted triangle bodies. അതുകൊണ്ട് തന്നെ കാർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആക്സിഡന്റ് റേറ്റ്സ് would be higher for women than men. അപ്പം the foundational thing is that this is biased. When you go back to disciplines of sciences including gynecology, gynecology-ന്റെ പിതാവ് എന്ന് പറയുന്ന പുള്ളി C-section deliveries, I hope all of you know what is C-section deliveries. C-section ചെയ്ത സമയത്ത് മൂപ്പര് ആദ്യം പരീക്ഷിച്ചു നോക്കിയത് was on the bodies of African women without anesthesia. അനസ്തേഷ്യ കൊടുക്കാതെ ആഫ്രിക്കൻ സ്ത്രീകളുടെ മേലിൽ പരീക്ഷിച്ച് നോക്കി. ഇമാജിൻ ഒരു പെണ്ണിന്റെ വയറ് വെട്ടി കീറാണ് വിതൗട്ട് ഗിവിംഗ് ഹർ അനസ്തേഷ്യ, as you have seen in Gaza. ഇതൊക്കെ കഴിഞ്ഞ് ഈ പെണ്ണുങ്ങളുടെ ബോഡി അനസ്തേഷ്യ കൊടുക്കാതെ വെട്ടിക്കീറി ട്രെയിൻ ചെയ്തതിന് ശേഷം ഇറ്റ് വാസ് ഗിവൻ ടു ദ ബോഡീസ് ഓഫ് യൂറോപ്യൻ വിമൻ വിത്ത് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുത്ത C-section സർജറീസ് പെർഫോം ചെയ്യാൻ തുടങ്ങിയത് was on the bodies of white women, and this guy became the father of gynecology. When you learn about human anatomy, 90% അല്ലെങ്കിൽ 95% of the textbooks are basically based on the bodies of male anatomy. What is the, I would give you another example. എന്താണ് heart attack ന്റെ symptom? What is the symptom of heart attack? You would be having a pain on the left side of your shoulder. ഒരു കൈക്കൊരു മരവിപ്പ് വരും, ഇവിടെ ഒരു വേദന വരും. But it's very important to understand that സ്ത്രീകളുടെ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം അതല്ല. അതായത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, അപ്പൊ എനിക്ക് ഇവിടെ വേദന വരുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ലല്ലോ. സ്ത്രീകളുടെ സിംറ്റം ഇസ് ബേസിക്കലി ലൈക്ക് യു വുഡ് ബി ഹാവിംഗ് എ പെയിൻ ഓൺ ദ upper part of your shoulder, like over here, the middle part of your shoulder, upper middle part of your shoulder. പക്ഷെ സിംറ്റംസ് എന്ന് പഠിപ്പിക്കുന്നത് പോലും ആണുങ്ങളുടെ സിംറ്റംസ് ആണ്. So this fundamentally shows that the discipline itself is biased in different ways. So നമ്മൾ വിചാരിക്കും science, modernity, technology. No, it's not like that. Paracetamol tablets. All of these medicines are experimented in the bodies of എലികൾ, ആണെലികൾ. പുരുഷ എലികളിൽ പരീക്ഷിച്ചിട്ടാണല്ലോ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇവിടെ മരുന്ന് ഇറക്കുന്നത്. ഇവര് പെണ്ണെലികളിൽ മരുന്ന് ടെസ്റ്റ് ചെയ്യില്ല, യു നോ, ബിക്കോസ് വിമൻ മൈസസ് ഓർ ഫീമെയിൽ മൈസസ് ഹാവ് പീരിയഡ്സ് എവറി മന്ത്. ദേ ഹാവ് ദെയർ മെൻസ്ട്രൽ സൈക്കിൾസ്. സോ ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി ദാറ്റ് റിസൾട്ട്സ് വേരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പുരുഷ എലികളിൽ പരീക്ഷിച്ച മരുന്നുകളാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. ബട്ട് ഓൾ ദീസ് മെഡിസിൻസ് ആർ ബേസിക്കലി ഫോർ ദ മെൻസ് ബോഡീസ്. So it's very important to understand technology or anything related to artificial intelligence away from that fashionable, marketable logics and to look into biases and ethics. ഇവിടെ തന്നെയാണ് മാനവിക വിഷയങ്ങളായ I started with the whole idea. ഈ പറയുന്ന നമ്മുടെ റെലവൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ all of these questions are questions which could be posed by humanists like us, scholars from social sciences and students from social sciences like us, because we are trained in hierarchy, we are trained in looking into power structures, microscopic discrimination, representative politics, caste, race, gender. ഇതിനൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത്. But it's very important that how you apply in relation to technology. ഇതിനെ എങ്ങനെ വൃത്തിയായിട്ട് ടെക്നോളജിയുമായിട്ട് സംവദിക്കാൻ കഴിയും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അപ്പം സൊമാലിയയിൽ എന്ത് നടക്കുന്നു, സിലിക്കൺ വാലിയിൽ എന്ത് നടക്കുന്നു എന്നപ്പുറം നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീരുന്ന ഒരു ചോദ്യമേ അവിടെ ഉള്ളൂ. സോ thank you so much. Second. Thank you. Hello. We now welcome questions and comments from the audience. Hi.
ഇവിടെ AI അല്ലെങ്കിൽ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒരു ബയാസ്ഡ് ആണെന്ന രീതിയിൽ കേൾക്കാൻ ഇടയായി. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ആഫ്രിക്കൻ മെൻസിനാണ് കൂടുതലും ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ ചെയ്യൽ ലിങ്ക് ആയപ്പോൾ കൂടുതൽ ആഫ്രിക്കൻ മെൻസ് ആണ് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും ഈ AI ആണ് ഇതിന് ഉത്തരവാദി, അതോ ഇതിനെ ബിൽഡ് ചെയ്ത ഹ്യൂമൻസ് അവർ കൊടുത്ത ഡാറ്റാ ബേസിന് AI പ്രവർത്തിക്കുന്നത്? അപ്പോൾ അവർ കൊടുക്കുന്ന ഡാറ്റാസ് അല്ലേ ഇതിന് പ്രശ്നം വരുന്നത്? ഒരു ക്വസ്റ്റ്യൻ അതാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയറ്റ് ഇമിറ്റേഷൻ. ഒരാൾ എഴുതിയ പോയറ്റ് മൊത്തം കൊടുത്താൽ അതേപോലെ ഇമിറ്റ് ചെയ്ത് വരും. അവിടെ അതൊരു പ്രശ്നമല്ല, കാരണം അത് ഒരു പോയിന്റ് ഇമിറ്റേഷനാണ് വരുന്നത്, അല്ല അവിടെ വേറെ പുതിയൊരു പോയിന്റ് ഇമാജിനേഷൻ നിന്ന് ഉണ്ടാക്കി വരുന്നതല്ല. അപ്പോൾ ഒരാൾ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ഒരു പോയിന്റ്, അയാൾ സൗണ്ട് അയാൾ ഉപയോഗിച്ച പേഴ്സോണിഫിക്കേഷൻ ആ രീതിയിൽ ഉണ്ടാക്കിയ ഒരു പോയം, അതിപ്പോ അയാളത് മാത്രമാണ്. ഇവിടെ ഒരുപാട് കവികളും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ വ്യത്യസ്ത ചിന്തകളിൽ നിന്ന് ഹ്യൂമൻസ് എന്ന നിലക്ക്, നമ്മൾ മനുഷ്യ എന്ന നിലക്ക് നമുക്ക് വ്യത്യസ്ത ചിന്താതലങ്ങളിൽ നിന്നും കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഈ AI എന്നുള്ളത് ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ മാത്രമാണ്, അല്ലാതെ ഇമാജിനേഷൻ നിലക്ക് നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയില്ല. The first question was AI ആണോ ഉത്തരവാദി അതോ ഡേറ്റാ സെറ്റ്സ് വെച്ച് ട്രെയിൻ ചെയ്യുന്ന നമ്മളാണോ എന്നുള്ളത്. It's a very complicated question. I would say data sets ആണ്, because already existing നമ്മളിപ്പോൾ ഒരു ഡേറ്റ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ GPUന്റെ ഉള്ളിലുള്ള ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു ജില്ല മൊത്തം പാബ്ലോ നെരൂദയുടെ കവിതയെ കുറിച്ചിട്ടുള്ള ഡേറ്റ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഞാനിപ്പോ ഒരു 50 അതിനു മുന്നേ ചിലപ്പോൾ കോവിഡൊക്കെ വന്ന് മരിച്ചു പോവാം, പക്ഷെ ഒരു 50-60 വയസ്സ് വരെ ജീവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എത്ര പുസ്തകം വായിക്കും? ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളാണെങ്കിലും പോലും I would say 15 ലക്ഷം പുസ്തകം അത്ര പോലും ചിലപ്പോൾ എത്തൂല, നമ്മൾ അത്ര പോലും വായിക്കുന്നുമില്ല. അപ്പൊ ഇമാജിൻ വെരി ഫ്രാങ്കൻ മേരി ഷെല്ലി മൂപ്പരുടെ അവരുടെ നോവലിൽ പറയുന്ന പോലെ ഫ്രാങ്കൻസ്റ്റീൻ ലൈക്ക് മോൺസ്റ്റർ വിച്ച് നോസ് എവറിത്തിങ്, വിച്ച് നോ എവറി ബയസസ്. നമ്മളുടെ ഒരു ഹ്യൂമൻ ബ്രെയിനിന് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തേക്കും ബയസ് അറിയാകുന്ന, വയലന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ChatGPT റാഷണൽ ആണെന്നും ഗ്രോക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണെന്നും നമ്മൾ പറയുന്നത്. കാരണം ഗ്രോക്കിന്റെ ഡേറ്റാ സെറ്റ് വന്നിട്ട് X ആണ്, ട്വിറ്ററിന്റെ X ആണ്. ട്വിറ്ററിന്റെ X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റൈറ്റ് വിങ് കണ്ടന്റ്സ് ഉള്ള ഇസ്ലാമോഫോബിക് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ X. ആ ഡേറ്റ സെറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രോക്കിനെ ട്രെയിൻ ചെയ്യുന്നത്. ChatGPTയുടെ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിള് 32 സെക്കൻഡിനുള്ളിൽ ഇത്രയോ ട്രില്യൺ ബുക്സ് വായിച്ചു തീർക്കാൻ ഈ സെർച്ച് എഞ്ചിന് കഴിയുന്നു. അപ്പം യു ആർ ഡെവലപ്പിംഗ് എ ജെയിന്റ് മോഡൽ which നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ for me personally it's very delusional. ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത്. So coming back to your question, I would say the data sets itself, and also ഈ AI കമ്പനീസിനെ ഒക്കെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? That is another question. Who is funding OpenAI? Who is funding Elon Muskന്റെ Grok, Claude, Perplexity, DeepSeek ചൈനന്റെ പ്രോഡക്റ്റ്. So all of where does the funding of these kind of technologies come from? ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും ഫണ്ട് ചെയ്യുന്നത്. That exactly is problematic. ഒന്നോ രണ്ടോ മൂന്നോ കോർപ്പറേറ്റ് ടെക്സിന്റെ കയ്യിലാണ് ഈ പറയുന്ന എല്ലാ AI ടൂൾസും ഉള്ളത്. You might have seen the case of ഫലസ്തീനി-ഇസ്രായേലി പ്രശ്നം വന്ന സമയത്ത് when the genocide was happening, Microsoft was accused of selling privacy details of Palestinian refugees to the Israeli defense firm. അപ്പൊ ഇവിടെ ടെക്നോളജി ആണോ പ്രശ്നം, മനുഷ്യരാണോ പ്രശ്നം ചോദിച്ചാൽ I would rather say it's a very fluid boundary. അങ്ങനെ മൈക്രോസോഫ്റ്റ് ലേറ്റർ അവർ മാപ്പൊക്കെ പറഞ്ഞു. ഇമാജിൻ സെല്ലിംഗ് അവേ ദ ഡീറ്റെയിൽസ് ഓഫ് പലസ്തീനിയൻ പീപ്പിൾ ഫ്രീ ഫോർ ഇസ്രായേലി ഡിഫെൻസ്. ദിസ് അഗൈൻ കംസ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ഹു ഓൺസ് AI പ്ലാറ്റ്ഫോംസ്. Coming to the second question of imitation, AI imitation മാത്രമാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് വെറും ഒരു ഇമിറ്റേറ്റീവ് ടൂളാണ്. കാരണം വെറും 2022 ChatGPT നിലവിൽ വരുന്നത്. I would rather say it is an imitative tool. ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ChatGPT 5.2 വേർഷൻ ആണ്. ഡീപ്പ് റിസർച്ച് പോയി കഴിഞ്ഞാൽ യു സീ ദ മോഡൽ ടെല്ലിംഗ് യു തിങ്കിങ് researching. And at one point I feel taken aback because it thinks better than us. It thinks, I know I'm putting in a very politically problematic statement.
2024 ഒരു പകുതി വരെ ഇറ്റ് വാസ് എൻ ഇമിറ്റേറ്റീവ് മോഡൽ, ബട്ട് നൗ ഇറ്റ് ഹസ് അക്വയർഡ് സർട്ടൻ കൈൻഡ് ഓഫ് ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. കാരണം ഇമാജിൻ ട്രെയിനിങ് യുവർ സെൽഫ്. പിന്നെ ഡേറ്റ എല്ലാ ദിവസവും കൂടുതലല്ലേ, എത്രയോ യൂസേഴ്സ് ആണ് ലോഗിൻ ചെയ്യുന്നത്. ChatGPTയുടെയും പെർപ്ലെക്സിറ്റിയുടെയും ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. And that's why they are giving Perplexity subscription for free for Airtel users, because India is one of the cheapest markets for AI. അപ്പോൾ നമ്മൾ നമ്മുടെ കാമുകിയിൽ യുവർ പാർട്ട്ണർ ലെഫ്റ്റ് വിത്ത് സമ്മൺ, യു ആർ ഇൻ എ ക്രൈസിസ്, രാത്രി 2 മണിക്ക് ChatGPTയോടാ ചോദിക്കുന്നത്. യു ട്രെയിനിങ് ദ ഡാറ്റ അഡ്വർട്ടൻ്റ്ലി ഓർ ഇൻഅഡ്വർട്ടൻ്റ്ലി. ഇതൊക്കെ നിലനിൽക്കെ തന്നെ AI ഇമിറ്റേറ്റിംഗ് അല്ല എന്ന് പറയുമ്പോൾ AI സ്ലോപ്പ് എന്നുള്ളൊരു വാക്കുണ്ട്. AI ഇസ് വെരി സ്ലോപ്പി. കഴിഞ്ഞ വർഷം മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ സിലബസിൽ എഴുത്തുകാരിയും കവയിത്രിയുമായിട്ടുള്ള മീന കന്ദസ്വാമി എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് ഔട്ട് എന്നുള്ളൊരു കവിത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിന്റെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. കാസ്റ്റ് ഔട്ട് കേൾക്കുമ്പോൾ കന്ദസ്വാമിയുടെ ഒരു സൗണ്ടിങ് ഒക്കെ ഉണ്ട്, കാസ്റ്റ് ഔട്ട്. അപ്പൊ ഈ കവിതയെ കുറിച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് വരെ വന്നു, കാസ്റ്റ് ഔട്ട് എന്നുള്ള കവിതയെ കുറിച്ച്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മീന കന്ദസ്വാമി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു, കാസ്റ്റ് ഔട്ട് എന്നുള്ള കവിത ഞാൻ എഴുതിയിട്ടേ ഇല്ല. സോ വേർ ഡസ് ദിറ്റ് കംസ് ഫ്രം? കാസ്റ്റ് ഔട്ട് എന്നുള്ള കവിത ഈ പെണ്ണുങ്ങൾ എഴുതിയിട്ടില്ല എന്ന് ഒരു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ. AI has hallucinated data. ഫൂക്കോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന സാധനം ഫൂക്കോ പറഞ്ഞതാവില്ല. ഫൂക്കോ പറഞ്ഞത് നമ്മൾ പോയിട്ട് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി വായിച്ചു നോക്കണം. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് കോൾഡ് AI സ്ലോപ്പിംഗ്. ഈ സ്ലോപ്പിംഗ് അവിടെ നിലനിൽക്കുന്നുണ്ട്, ഹാലുസിനേഷൻ ഭയങ്കരമായിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അപ്പുറത്തേക്ക് ഇത് ഇമിറ്റേറ്റ് ചെയ്യുമോ അല്ലയോ, അതിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ വെരി ഹാലുസിനേറ്റഡ് ഡേറ്റ സെറ്റ്. ഇപ്പം കന്ദസ്വാമി പറഞ്ഞ പോലെ ഞാൻ എഴുതാത്ത കവിതയെ കുറിച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽ വരികയാണ്. ഇമാജിൻ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ലിറ്റററി സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ജേർണലില് മീന കന്ദസ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വലിയ കൊട്ടേഷൻ, അത് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇതാരാ പറഞ്ഞത്? ChatGPT. So that is it. ഇപ്പോ AI ബയാസ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. എന്റെ ചോദ്യം ഇതാണ്, നിലവിലുള്ള പവർ സ്ട്രക്ചേഴ്സിന്റെ ഇടയിൽ ഒരു എത്തിക്കൽ AI ഇമ്പോസിബിൾ ആണ് എന്നാണോ, അതല്ല നിലവിൽ ഇൻകംപ്ലീറ്റ് എന്നാണോ പറയുന്നത്? എത്തിക്കൽ AI പ്രോജക്ട്സിന് ഫണ്ടിങ് കുറവാണ്. മൈക്രോസോഫ്റ്റിൽ ദേ ഹാഡ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ എത്തിക്കൽ AI. പക്ഷേ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് എത്തിക്കൽ AI ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫണ്ടിങ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ പിരിച്ചുവിടുക ചെയ്തു. സോ ഫണ്ടിങ് ഇസ് ആക്ച്വലി വെരി ലെസ് ഫോർ എത്തിക്കൽ AI പ്രോജക്ട്സ്. വിമൺ ഇൻ AI എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്, വളരെയധികം ഫണ്ടിങ് കുറവാണ്. It's not impossible, but the funding is very less. നമ്മൾ എന്ത് സബാൾട്ടൺ പ്രൊജക്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ഫണ്ടിങ്ങിന്റെ ക്രൈസിസ് ഉണ്ടാവാറുണ്ട്. സോ ഈവൻ ഇഫ് യു പ്രപ്പോസ് സച്ച് എ പ്രൊജക്ട് ടു എ കോർപ്പറേഷൻ, ഓരോ വിചാരിക്കും എന്തിനാ ഇപ്പൊ ഈ വയ്യാവേലിയൊക്കെ എടുക്കുന്നത്? Who want to talk about bias? So it's always a very minority population. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത്ര പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവില്ല. കാരണം നിങ്ങളിപ്പോ ചിലപ്പോൾ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിന്റെ ഫീഡിൽ എപ്പോഴും വരുന്നത് AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ദാറ്റ് ഇസ് ദെയർ, ഓക്കെ, ഓൾ ഓഫ് സച്ച് തിങ്സ് ആർ ദെയർ. പക്ഷെ അതിനൊപ്പം തന്നെ വളർന്നു വരുന്ന കുട്ടികൾ, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് ഇൻ ടു ദി ബയസസ് ഓൾസോ. So it's not impossible, but the funding is very less. And that is exactly where we need more social scientists who can think about bias and hierarchy when it comes to technology. നേരത്തെ ലിങ്ക്ഡിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഈ ജെൻഡർ ബയസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കളർ ബയസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരാള് ഒരു ലിങ്ക്ഡിനില് ഒരു മുസ്ലിം ഒരു അപ്ലൈ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് ആ സമയത്ത് ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ബയസ് ഉണ്ടോ എന്നാണ്. മറ്റൊന്ന് കാര്യം, നമ്മളിപ്പം ഈ ഇറാൻ കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത്
എക്സില് ഇറാന്റെ ഫ്ലാഗ് ഇലോൺ മസ്ക് അവരുടെ പഴയ ഫ്ലാഗാക്കി മാറ്റി. മാത്രമല്ല നിരന്തരമായിട്ട് പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള പ്രോ അമേരിക്കൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മളെ. അപ്പൊ ഇതിനെ നമുക്ക് നേരത്തെ അവർ ചോദിച്ചത് പോലെ തന്നെ എന്താണ് നമുക്കൊരു ഡിഫൻസ് മെക്കാനിസം എന്നാണ്. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗെയിൻ ആ പറഞ്ഞ ഉത്തരത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. ഫണ്ടിങ് വളരെ കുറവാണ്. അപ്പോൾ ഉള്ള ഫണ്ടിങ് തന്നെ എടുത്തു കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എല്ലാ ഓപ്പൺ എ ഐ ഫേംസിനും അവർക്ക് സ്വന്തമായിട്ടൊരു എത്തിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിന് അവരുടേതായ ഒരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്, ഗ്രോക്കിന് ഒരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്, ഓപ്പൺ എ ഐക്ക് ഒരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. പക്ഷെ ഈ എത്തിക്കൽ കമ്മിറ്റിയിലേക്കുള്ള ഫണ്ടിങ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബയസും ഡിസ്ക്രിമിനേഷനും ഒക്കെ നമ്മൾ അറിയുന്നത് ഈ മോഡൽ റൺ ചെയ്തതിന് ശേഷമായിരിക്കും. സൗത്ത് ഏഷ്യൻസിന് ഇപ്പൊ മുസ്ലിംസിന്റെ കാര്യം ചോദിച്ചു, അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആരും ഇതുവരെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ സൗത്ത് ഏഷ്യൻസിനെതിരെ ഒരു റേഷ്യൽ ബയസ് ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈറ്റ് യൂറോപ്യൻസിനെക്കാട്ടിലും ഉണ്ടാവാറുണ്ടെന്നുള്ളൊരു പഠനം വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് പഠനത്തിലേക്ക് എത്തുക എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പൊ GPT ഒക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇഫ് ഐ ആം എ പ്രോ ഇസ്രായേലി പേഴ്സൺ, ഞാനൊരു 6 മാസം GPT-നോട് സംസാരിച്ചാൽ GPT ചിലപ്പോൾ പറയും ഓക്കെ യു ക്യാൻ ഗിവ് എ സ്ലോ ജെനോസൈഡ് ഫോർ ദ ഫലസ്തീനിയൻസ്. ദാറ്റ് ഇസ് ഹൗ ദ മോഡൽ ഇസ് ട്രെയിൻഡ്. എന്നാൽ അപ്പുറത്ത് ഞാനൊരു പ്രോ പലസ്തീനിയായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ 6 മാസം GPT-യോട് സംസാരിച്ചു കഴിഞ്ഞാൽ GPT എന്നോട് പറയും ഇസ്രായേലി കോസ് ഇസ് എ വെരി ഹ്യൂമനിസ്റ്റിക് കോസ്, അല്ലെങ്കിൽ അതിനൊരു ഹ്യൂമൻ റൈറ്റ്സിന്റെ വശമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ലാൻഡ് ആണെന്ന് പറയുന്നത്. രണ്ട് വളരെ അട്ടർലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള മോഡൽസ് ഒരു ചാറ്റ് GPT-ക്ക് തന്നെയുണ്ട്. ഇരട്ട ചങ്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളോട് പ്രോ ഇസ്രായേലി ആയിട്ട് സംസാരിക്കുകയും മറ്റോടത്ത് പോയിട്ട് പ്രോ ഫലസ്തീനിയായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇറ്റ്സ് എ സെയിം മോഡൽ. കാരണം വി ആർ ട്രെയിനിങ് 6 മാസം ഞാൻ ട്രെയിൻ ചെയ്തത് ആ ഒരു ഡേറ്റ സെറ്റ് വെച്ചിട്ടാണ്. എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് റാദർ സേ ടെക്നോളജി ഈസ് മോർ ലൈക്ക് എ പാൻഡോറാസ് ബോക്സ്. പാൻഡോറ ബോക്സ് തുറന്നപ്പോൾ ഇത് പുറത്തു വന്നു എന്ന് പറയുന്ന പോലെ. ബട്ട് ഐ തിങ്ക് ഇൻ ഫ്യൂച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ തിങ്കിങ് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ അതിനൊക്കെ ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മുടെയൊക്കെ അറ്റൻഷനാണ്. അറ്റൻഷൻ എക്കോണമി എന്ന് പറയും. അവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി യുവർ അറ്റൻഷൻ. ഇറ്റ്സ് ബേസിക്കലി യുവർ അറ്റൻഷൻ ദാറ്റ് യു ഗിവ് ടു ദ 30-second റീൽ. അപ്പൊ അതിനകത്ത് നിന്നൊക്കെ കോൺഷ്യസ്ലി ഒന്ന് മാറി ഇന്ന് പൊളിറ്റിക്കലി ഇങ്ങനത്തെ വിഷയങ്ങൾ കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാക്കാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എത്തിക്കൽ ടെക്കിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ലൈക്ക് വൈ കാൻ വി ബിൽഡ് എത്തിക്കൽ ടെക്? നമ്മൾ ഈ അവയർനെസ് ക്യാമ്പയിനും സെമിനാറും നടത്തുന്നതിനപ്പുറത്തേക്ക് ഈസ് ഇറ്റ് പോസിബിൾ ടു ബിൽഡ് എ പ്രോപ്പർ ഫാക്ട് ചെക്കിംഗ് മെഷീൻ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഫാക്ട് ചെക്കിംഗ് ഒക്കെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഡീപ് ഫേക്ക് വീഡിയോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഫാക്ട് ചെക്കിംഗ് നടത്തുന്ന കുറച്ചുകൂടി ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? Can we make all these kind of fact-checking machines very popular? ഇപ്പോൾ CHR സ്വന്തമായിട്ടൊരു ഫാക്ട് ചെക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വർക്ക് എന്തോരോ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിംഗ് പ്രൊപ്പഗൻഡ. അപ്പം ലോ കോസ്റ്റിൽ എങ്ങനെ AI ടൂൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും വിത്ത് എൻ എത്തിക്കൽ? I think one of the solution might be to bring in scientists, to bring in social scientists together on one desk. അത് എത്രത്തോളം സാധ്യമാണെന്ന് അറിയില്ല, പക്ഷെ ദാറ്റ് ഇസ് വൺ വേ. അനദർ വേ ഇസ് ഇൻവെസ്റ്റിംഗ് ലോട്ട് ഓഫ് മണി ഇൻ ടു എത്തിക്കൽ ടെക്നോളജീസ് ആൻഡ് ബിൽഡിംഗ് എത്തിക്കൽ ടെക്നോളജീസ് ഫോർ us. ഇപ്പം പെർപ്ലെക്സിറ്റിയുടെ CEO ഒരു ഇന്ത്യനാണ്. ഹി ഈസ് ആൻ IIT മദ്രാസ് അലുമിനി. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് why is it that our kids cannot build socially responsible technology എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. You know, AI is expanding today, and അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭാഗത്തുണ്ടല്ലോ. So that brings me to the question, who is actually governing AI today? Like, who sets the rules, who controls it? I don't know. I'm actually confused. ഇപ്പം
ഞാൻ നേരത്തെ പറഞ്ഞു AI ഇപ്പം വളരെ അടുത്ത് തന്നെ they are going to launch AI girlfriends, അതായത് ചാറ്റ് ബോട്ട് വരെ ഇപ്പൊ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ റിയൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ്, സ്ത്രീകളുടെ രൂപത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു സർവേ നടത്തി. അപ്പൊ ആ സർവേയിൽ ഞാൻ നേരത്തെ പറഞ്ഞ സർവേയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്, men prefer to have humanoid robots as wives rather than real wives. A lot of you might be preferring ChatGPT as your therapist rather than a real world therapist. അപ്പം ഇറ്റ്സ് നോട്ട് ഒരു വിദൂരമായിട്ടൊന്നുമല്ല നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് 20 വർഷത്തിനപ്പം ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ കല്യാണം കഴിക്കും. ഇറ്റ്സ് എ നിയർ ഫ്യൂച്ചർ. So why is it that men desire to marry a humanoid robot? Humanoid robot ക്ഷീണിക്കില്ല, സ്ത്രീകൾ ക്ഷീണിക്കും. When it comes to desire, question of consent, we have a limit. No പറയുന്നുണ്ട് നമ്മള്. So when it comes to ഇതൊക്കെ ആരാണ് ഗവേൺ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ I don't have an answer. Maybe they are catering on our desires. എന്റെ ഡിസയറിനെ കാറ്റർ ചെയ്യുന്നൊരു മാർക്കറ്റ് അവിടെ ഉണ്ടെന്ന് ടെക്കിനും കോർപ്പറേഷൻസിനും മനസ്സിലാവുകയാണല്ലോ. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2 വർഷം മുന്നേ എന്താണ് ആണുങ്ങൾ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരിച്ചു തള്ളാം. പക്ഷെ ഇറ്റ്സ് എ വെരി സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് 5 years ഇഫ് യു ആർ റെഡ്യൂസിങ്, ഇപ്പം ഒരു 15 ലക്ഷമാണ് റോബോട്ടിന്, ഒരു 10 ലക്ഷം കൊടുത്താൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ കല്യാണത്തിനെക്കാട്ടിലും ഒരു വിവാഹം നടത്തുന്നതിനെക്കാട്ടിലും ലാഭമാണ്. ഇറ്റ്സ് എ പ്ലോസിബിൾ ആൻസർ.